ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന ഉടനെ അറിഞ്ഞോ അറിയാതെയോ ഈ പറയുന്ന ഒരു കാര്യം ചെയ്യരുത്. ചെയ്താൽ ചിലപ്പോൾ കിടപ്പാടം വരെ ഇല്ലാതാകാം. ഇപ്പം എന്താണ് ആ ചെയ്യണ്ടാത്ത കാര്യം എന്ന് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം, കാരണം അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഞാൻ ഇന്നിപ്പം പറയാൻ പോകുന്ന കാര്യം ലോകത്താരും പറഞ്ഞു തരത്തില്ല. അങ്ങനെയുള്ള ഒരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഉണർന്ന ഉടനെ ഈ കാര്യം ചെയ്യരുത്, അറിയാതെ പോലും ചെയ്യരുത്. എന്നാൽ എല്ലാവരും അറിയാതെ ചെയ്യുന്ന കാര്യമാണ്, അത് ഒഴിവാക്കണം. പിന്നെ പകരം വേറൊരു കാര്യം ചെയ്യണം, അതെന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ 3 രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് കാര്യവും നേടിയെടുക്കാവുന്ന, ആരും പറഞ്ഞു തരാത്ത കാര്യമാണ്. പിന്നെ ദൃഷ്ടിദോഷത്തിനും ശാപദോഷത്തിനും കൃത്യമായിട്ട് ചെയ്യേണ്ട പരിഹാരം, നല്ല കാര്യങ്ങളെല്ലാം പറയത്തുള്ളൂ. ദൃഷ്ടിദോഷം എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ ദൃഷ്ടിദോഷം തന്നെ മതി. ദൃഷ്ടിദോഷം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ കാര്യമല്ല, മറ്റൊന്നുമല്ല. ഇപ്പം നമ്മുടെ ഒരു ഉയർച്ചയിൽ ഒരാൾക്ക് അസൂയയോടെ ചിന്തിക്കുകയാണ്, അയാളുടെ മനസ്സിന് ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സ് ദുർബലമാണെന്നുണ്ടെങ്കിൽ നമ്മളെ അത് ശരിക്കും ബാധിക്കും. അത് അനുഭവിച്ചവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ ആ ദൃഷ്ടിദോഷം, പിന്നെ ശാപദോഷം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്നതാണ്. ഇതിന് രണ്ടിനുമുള്ള ലളിതമായി ചെയ്യാവുന്ന കാര്യം, പരിഹാരം. പിന്നെ ഇപ്പോഴേ ഒരുപാട് ഈ കുട്ടികൾ മോശമായ ചില ബന്ധങ്ങളിലേക്ക്, എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ മോശമായ ചില കൂട്ടുകെട്ടുകൾ, അതുപോലെ പെൺകുട്ടികളാണെങ്കിലും ചിലപ്പം വളരെ മോശമായിട്ട് നടക്കുന്ന ലഹരിയൊക്കെ ഉപയോഗിച്ച് നടക്കുന്ന ചില ആളുകളോട് ഇറങ്ങിപ്പോവുക, ഒരു വീണ്ടും വിചാരമില്ലാതെ. അങ്ങനെ കുറച്ചൊക്കെ, എല്ലാവരും അല്ല, ചിലരെങ്കിലും നമ്മൾ ഈ പത്രത്തിനകത്ത് ടി വിക്കകത്തൊക്കെ വായിക്കുന്നുണ്ട്. പലരും നമ്മളോട് അത്തരം അനുഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പം കുട്ടികളായിക്കോട്ടെ, പ്രായമുള്ളവരായിക്കോട്ടെ, അവർ മോശം രീതിയിൽ പോകാതിരിക്കാൻ എന്തു ചെയ്യാം ഭദ്രകാളിക്ക് കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ അറിവിലുള്ള നല്ല കാര്യം അത് ചെയ്ത് ആ രീതിയിലൊക്കെ പോകുന്ന സാഹചര്യത്തിൽ വന്ന കുട്ടികൾ തിരിച്ചു വന്നിട്ടുണ്ട്. അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഭദ്രകാളിക്കുണ്ട്, ശിവനുണ്ട്, കൃഷ്ണനുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത ആളുകൾ അല്ല, ഞാൻ ചെയ്തു കൊടുത്തെന്നല്ല, ഞാൻ പറയത്തേ ഉള്ളൂ. ക്ഷേത്രത്തിലൊക്കെ ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ അത് പോയി ചെയ്തവർക്ക് ഗുണമുണ്ടായിട്ടുണ്ട്. അവരുടെ മക്കളൊക്കെ തിരിച്ച് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് ഇന്ന് പറയുന്നത്. ഇത് ആദ്യം പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വീഡിയോ ആവശ്യമുള്ളവർ മുഴുവൻ കാണണം. കാരണം എന്നും മെസ്സേജ് ചെയ്യുക, സാറേ എൻ്റെ കുട്ടികൾ അങ്ങനെ പോയി, അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ പോയി. അത് അങ്ങനെ മെസ്സേജ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെയ്യുക, ശരിയായിട്ട് ചെയ്യുക. അതോടൊപ്പം നമ്മൾ ഈശ്വരനോട് നല്ലത് ചിന്തിക്കുക. നമ്മുടെ സങ്കല്പശക്തിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. നമ്മൾ നല്ലത് ചിന്തിക്കണം, എന്നാലേ വഴിപാട് ചെയ്താലും ഫലം ഉണ്ടാകുള്ളൂ. പിന്നെ വഴിപാട് ചെയ്യേണ്ട ചില വഴിപാടുകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം, എല്ലാം നല്ലതേ വരത്തുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയുകയാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ഹസ്തരേഖയെക്കുറിച്ച്. അതിൻ്റെ ലിങ്ക്, വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇന്നലെ ഇട്ട ഹസ്തരേഖയുടെ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു ലിങ്കും കൊടുക്കാറില്ല. ഈ ലിങ്ക് എന്തിനു കൊടുക്കുമെന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾ കാണേണ്ടതാണ്. ആ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ്, അല്ല ചുമ്മാ ഒരു കാര്യം ഞാൻ ഇന്നേവരെ ചെയ്യാറില്ല. ഇത് ഒരു ഡിസ്ക്രിപ്ഷനിലും വേറെ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഇത് അതുപോലെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ്. മുഴുവൻ കാണണം ആവശ്യമുള്ളവർ. നിങ്ങൾ ചെയ്ത് ഉറപ്പായിട്ട് മാറ്റം വരും. അത് വീഡിയോയുടെ താഴെ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം. ആവശ്യമുള്ളവർ പോയി കാണുക. ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന നല്ല കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഇത് ഞാനീ പറയാൻ പോകുന്ന കാര്യം ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് ആരും ഇതുപോലെ പറഞ്ഞു തരത്തില്ല. കേട്ട് കഴിയുമ്പോൾ മനസ്സിലാവും. അതുപോലെയുള്ള 3 രഹസ്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണണം, അറ്റവും മൂലം കണ്ടിട്ട് പോകരുത്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കി പലതും ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ ഞാനീ പറയുന്ന കാര്യം ചെയ്ത് നോക്കുക. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്, മാറ്റം ഉണ്ടാവും, ഒരു സംശയവും വേണ്ട. മുഴുവൻ കാണണം, മനസ്സിലാക്കണം, ശരിയായിട്ട് ചെയ്യണം, സാധിക്കുന്നവർ ആവർത്തിക്കണം. എല്ലാം നല്ല കാര്യങ്ങളും ലളിതമായ കാര്യങ്ങളുമാണ്. അപ്പം ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷ ഹസ്തരേഖ ഗ്രഹനില ഇതാണ് വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ
വാട്സപ്പിൽ ഇടുക, ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഒരുപാട് മെസ്സേജുകളാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന ലളിതമായ വഴിപാടും പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യ നമ്പർ, വിളിക്കേണ്ട ദേവത, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളും ക്ഷേത്രത്തിൽ ചെയ്യേണ്ട വഴിപാടുകളും സ്വയം ചെല്ലാവുന്ന നല്ല പ്രാർത്ഥനകളും വീട്ടിൽ ചെയ്യേണ്ട നല്ല പ്രാർത്ഥനകളും ഒക്കെ പറയാറുള്ളൂ. അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. നമ്മളവിടെ ഒരു വിശ്വാസം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ പ്രയത്നിക്കേണ്ടി വരും. ഇത്രയും കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാല്ല, ചെയ്യാതിരിക്കാം. ഒരു തവണ ഒന്നും ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ആവർത്തിക്കണം. അവനവൻ ആവശ്യമുണ്ടെങ്കിൽ ആവർത്തിക്കണം. അതോടൊപ്പം പ്രവർത്തിക്കുകയും കൂടെ വേണം. അങ്ങനെയുള്ളവർ നോക്കിയാൽ മതി എന്ന് പറയുന്നിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ എടുക്കത്തില്ല. അപ്പോൾ ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. കാര്യം ക്ലിയർ കട്ടായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വീഡിയോയിലേക്ക് വരുവാണ്. നേരിട്ട് വിളിച്ചാലും കിട്ടത്തില്ല, ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. ഞാൻ ഫ്രീ ആകാറേ ഇല്ല, അതുകൊണ്ടാണ്. പിന്നെ വാട്സപ്പിലെ മുൻഗണനാക്രമത്തിന് ഡേറ്റ് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ. അപ്പോഴേ വിശദമായിട്ട് പറഞ്ഞു വരികയാണ്. അതായത് രാവിലെ എഴുന്നേറ്റ ഉടനെ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കാര്യം ചെയ്യരുത്. ചെയ്താൽ ചിലപ്പോൾ കിടപ്പാടം തന്നെ പോകാം. ഉള്ളതെല്ലാം പോകാമെന്ന് സാരം. എന്ന് വെച്ചാൽ എന്താണത്? അപ്പോൾ അത് പറയുന്ന വിശദമായിട്ട് കേട്ടോളാം. അതായത് നമ്മൾ രാവിലെ നമ്മളെപ്പോൾ ഉണരുന്നോ ആ ഉണരുന്ന സമയം തൊട്ടുള്ള 1 മണിക്കൂർ വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ എപ്പോൾ ഉണർന്നാലും, സൂര്യോദയത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, നിങ്ങളെപ്പോൾ ഉണരുന്നോ, കഴിവതും സൂര്യോദയത്തിനോ അതിന് മുമ്പൊക്കെ ഉണരുന്നത് നല്ലതാണ്. ഞാൻ സൂര്യോദയത്തെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. നിങ്ങളെപ്പോൾ ഉണർന്നാലും നിങ്ങൾ ഉണരുന്ന സമയം മുതലുള്ള 1 മണിക്കൂർ, ആദ്യത്തെ 1 മണിക്കൂർ വളരെ പ്രാധാന്യമാണ്. അതെന്താ 1 മണിക്കൂർ വളരെ പ്രാധാന്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ സങ്കല്പ ശക്തിക്ക് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയമാണത്. നമ്മൾ സങ്കല്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കും. സങ്കല്പ ശക്തി ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് ഉണർന്നു കഴിഞ്ഞാൽ ഉടനെയുള്ള ഈ 1 മണിക്കൂർ. അപ്പോൾ ഈ സങ്കല്പ ശക്തി അപ്പം ശരിക്ക് പ്രവർത്തിക്കുന്ന സമയമായതുകൊണ്ട് ഈ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ സമയത്ത് ചെയ്യേണ്ട കാര്യമുണ്ട്, അതും പറഞ്ഞുതരാം. പിന്നെ 3 രഹസ്യങ്ങൾ സങ്കല്പശക്തി വർദ്ധിപ്പിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വഴിയെ പറയുന്നുണ്ട്. മുഴുവൻ കാണുക, മനസ്സിലാക്കുക. ഇത് ചെറിയ ഒരു കാര്യമല്ല, വലിയ കാര്യമാണ്. എൻ്റെ വീഡിയോയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ വീഡിയോകളിൽ ഒന്നാണിത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം, ഞാനൊരു വീഡിയോ ചുമ്മാ ചെയ്യത്തില്ല. അതെൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം. കാര്യമുള്ള കാര്യമേ പറയത്തുള്ളൂ. വീഡിയോയ്ക്ക് വേണ്ടി ഒന്നും ഞാൻ പറയാറില്ല. ശരിയെന്ന് ബോധ്യമുള്ള കാര്യമേ പറയാറുള്ളൂ. ഞാൻ പറയുന്ന രീതിയിൽ ശരിയായിട്ട് ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനൊരു ശിവയോഗിയാണ്. നമ്മൾ സത്യത്തിൻ്റെ വഴിയാണ്. ആ സത്യമാണ് ഈശ്വരൻ. സത്യം ശിവം, സത്യമാണ് ശിവൻ. ആ ശിവൻ സുന്ദരമാണ്, സത്യമാണ് ഈശ്വരൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ. ഇത് പറയാനുള്ള കാരണം ഞാൻ ആദ്യം പറയാം. ഞാനൊരു കാരണം ഉണ്ടായിട്ടാണ് ഇത് പറയുന്നത്. എൻ്റെ ഫാദറിനെയും കൊണ്ട് ഈ ആംബുലൻസിൽ ആശുപത്രി പണ്ടൊരു ദിവസം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആംബുലൻസിൽ കൊണ്ടുപോയി. ഒരു വയ്യാടി വന്നു, പിന്നെ ആശുപത്രി ചെന്നെല്ലാം ഭേദമായിട്ട് ഞങ്ങൾ പോന്നു. എങ്കിൽ പോലും ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴൊക്കെ പലപ്പോഴും ഈ എഴുന്നേറ്റ ഉടനെ ഈ ആംബുലൻസിൽ ചിലപ്പോൾ എന്നെ കൊണ്ടുവന്നതുമായിട്ട് ഇങ്ങനെ ചിന്തിക്കും. ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് ചുമ്മാ വെറുതെ ചിന്തിക്കും. എന്നെ ഇങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നതായിട്ടൊക്കെ ചുമ്മാ വിചാരിക്കും. ആ ഒരു ഫാദറിനെ കൊണ്ടുപോയി ആ ചിന്ത മനസ്സിൽ കിടക്കുന്നതാണ്. ഇപ്പം എന്നെയാണ് ഇങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നതെങ്കിൽ ആ ഭാഗമൊക്കെ ഇങ്ങനെ മനസ്സിൽ ചുമ്മാ കാണും. ആവശ്യമില്ലാതെ ചിന്തിക്കുന്ന, അറിയാതെ ചിന്തിക്കുന്ന, എഴുന്നേറ്റ ഉടനെ പലപ്പോഴും ഞാനങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. അത് സംഭവിച്ചു ജീവിതത്തിൽ. അതാണ് ആ സമയത്ത് ചിന്തിക്കുന്ന കാര്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ. കൊറോണ ആയിട്ട് എന്നെ ആംബുലൻസിലാണ് പോലെ കീ എന്നും പറഞ്ഞിട്ടുകൊണ്ട് ആംബുലൻസിലാണ് പോയത്. ഞാനീ ആലുവടി കൂടെ തന്നെയാണ് പോയത്. അപ്പോൾ അത് ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോൾ ഈ ഉണർന്നു കഴിഞ്ഞ 1 മണിക്കൂർ സമയം നമ്മളുടെ ഏത് കാര്യം ചിന്തിക്കുന്നു. ഇപ്പം നിങ്ങൾ കിടക്കപ്പായിരുന്ന് എഴുന്നേറ്റ ഉടനെ 1 മണിക്കൂറുണ്ട്. ആ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് മൊത്തം കടവാണ്, ഞാനൊരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ തൊഴിലുകൊണ്ടൊക്കെ എങ്ങനെ രക്ഷപ്പെടാനാണ്? എൻ്റെ ലോണൊന്നും തീരാൻ പോകുന്നില്ല, ഇതെല്ലാം ജപ്തിയാവും. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പം വണ്ടി, ഈ വണ്ടിയൊക്കെ ചുമ്മാ കംപ്ലൈൻറ്റ് ചെയ്ത് എപ്പോഴാണ് ഇടിക്കുന്നതെന്ന് അറിയത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാൽ അത് സംഭവിച്ചിരിക്കും.
നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ സംഭവിച്ചിരിക്കും. കാരണം എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉള്ള ഈ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു അത് നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനീ പറയുന്നത്. മിക്ക ആളുകൾ നശിക്കാനുള്ളൊരു കാര്യം അതാണ്. അവർ എഴുന്നേറ്റ് കഴിഞ്ഞ ഒരു മണിക്കൂറിനുള്ളിൽ അവർ ചിന്തിക്കുന്നത് കടത്തെക്കുറിച്ചായിരിക്കും, സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചായിരിക്കും, അതുപോലെ ആരുമായിട്ടെങ്കിലും വഴക്ക് ഉണ്ടാക്കുന്ന കാര്യമോ വഴക്ക് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കളായിട്ട് പ്രശ്നമുള്ള കാര്യങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള ജീവിതത്തിലെ നമ്മളെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ജീവിതം ആരുമായിട്ട് ബന്ധുക്കളുമായിട്ട് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട് വഴക്കാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും പൈസ ആരെങ്കിലും പറ്റിച്ചു, ആ പറ്റിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും പിന്നെ അത് മനസ്സിൽ നിന്ന് കളയത്തില്ല. അത് ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ചിന്തിക്കുക, അല്ലെങ്കിൽ നമുക്ക് പൈസ കിട്ടാനുണ്ട്, അതെങ്ങനെ കിട്ടാനാണ്. ഇങ്ങനെ നമുക്കൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ നമ്മൾക്കൊരു കഴിവുമില്ല, നമുക്കൊരു ഈശ്വരാധീനമില്ല, ഒരു കാര്യം നടക്കത്തില്ല. ഇങ്ങനെ രാവിലെ ഈ 1 മണിക്കൂറിനുള്ളിൽ ചിന്തിച്ചാൽ അത് സത്യമായിട്ട് വരും. നിങ്ങളുടെ ആ ചിന്ത പലതവണ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ സങ്കല്പശക്തി കൂടുതലുള്ള സമയമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളൊരു വഴിപാട് ചെയ്യാൻ പോയാലും നിങ്ങളിപ്പോൾ രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച് വഴിപാട് ചെയ്താൽ രക്ഷപ്പെടത്തില്ല. കാരണം നിങ്ങളുടെ വിശ്വാസം രക്ഷപ്പെടുമെന്നതിനേക്കാൾ കൂടുതൽ രക്ഷപ്പെടത്തില്ല എന്നാണ് കൂടുതൽ വിശ്വസിക്കുന്നെങ്കിൽ അത് നടക്കും. സങ്കല്പശക്തിക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഈ ഉണർന്നു കഴിഞ്ഞാൽ രാവിലെ 1 മണിക്കൂർ ഈ സങ്കല്പശക്തി വളരെ പ്രവർത്തിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് ഇങ്ങനെയുള്ള ചിന്തകൾ അറിഞ്ഞോ അറിയാതെയോ പാടില്ല. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു കാര്യം നടക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് വീടില്ല, അല്ലെങ്കിൽ എൻ്റെ കല്യാണം നടക്കത്തില്ല, അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി കിട്ടത്തില്ല, അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ചയില്ല, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തും ചിന്തിക്കരുത്. അപ്പോൾ അവർക്ക് നല്ല ശമ്പളമാണ്, എനിക്ക് ശമ്പളക്കുറവ്, ഞാനിനി എന്നാ രക്ഷപ്പെടുന്നത്, എങ്ങനെ രക്ഷപ്പെടാനാണ്, ഇങ്ങനെ അങ്ങും ചിന്തിക്കരുത്. ഈ ഒരു കാര്യം അറിയുന്നോ അറിയാതെയോ നിങ്ങൾ ചെയ്യരുത്. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ 1 മണിക്കൂറിനുള്ളിൽ. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ രാവിലെ കടകപ്പായി ഇരുന്നുകൊണ്ട് ഗോവിന്ദ ഗോവിന്ദ ജപിക്കുക. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ള ഇഷ്ടമന്ത്രങ്ങൾ, അല്ല ഞാൻ നോക്കിയവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുകയാണെങ്കിൽ അതുപോലുള്ള നോക്കിയവർക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന അവരതുപോലുള്ള മന്ത്രങ്ങൾ കടക്കപ്പായെന്ന് ജപിക്കുക, വടക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കുക. അല്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രങ്ങൾ ജപിക്കുക. എന്തായാലും ഗോവിന്ദ ഗോവിന്ദ ജപിക്കണം. ഓം നമോ നാരായണായ ജപിക്കണം, സർവമംഗളമംഗല്യേ ജപിക്കണം, ശിവോഹം ജപിക്കണം, ഓം കൃഷ്ണായ നമ ജപിക്കണം, ഗുരുചരണം ശരണം ജപിക്കണം, ദുർഗേ ദുർഗേ രക്ഷണീ സ്വാഹ. ഈ മന്ത്രങ്ങൾ എന്തായാലും ജപിക്കണം. ഈശ്വരനെ ഗുരുവായി സങ്കല്പിക്കുക കേട്ടോ. ഇത് ഉണർന്ന ഉടനെ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് ജപിക്കണം. കിടക്കപ്പായി ഇരുന്നുകൊണ്ട് വടക്കോട്ട് നോക്കിയിരുന്ന് ജപിക്കണം. പക്ഷേ പിന്നെ 1 മണിക്കൂർ കിടക്കുക, അതിപ്പോൾ 5-10 മിനിറ്റ് കൊണ്ട് ഇത്രയും ജപിച്ച് തീരും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞ് ഗോവിന്ദ ഗോവിന്ദ എന്ന് മനസ്സിൽ ജപിച്ച് ഭഗവാൻ കൃഷ്ണൻ നിങ്ങൾക്ക് സമ്പത്ത് നൽകുന്നതായിട്ട് സങ്കല്പിക്കുക. ഈ 1 മണിക്കൂറും ആ സങ്കല്പം മനസ്സിൽ നിലനിർത്തണം. വേറെ കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. അത്യാവശ്യമുള്ളതുപോലെ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ എങ്കിലും കൂടുതൽ സമയം നിങ്ങൾ ഈ ഒരു ചിന്ത മനസ്സിൽ നിലനിർത്തണം ഈ 1 മണിക്കൂർ. ഇനിയും സങ്കല്പശക്തി വർദ്ധിപ്പിക്കാനുള്ള 3 രഹസ്യങ്ങൾ. നിങ്ങളിത് അറിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. ഇത് അത്ഭുതകരമായ കാര്യമാണ്, അതീവ രഹസ്യമായ കാര്യമാണ്, വളരെ ലളിതമായ കാര്യമാണ്. ഇങ്ങനെ പലരും പല കാര്യങ്ങളും സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില ട്രിക്കുകളുണ്ട്, അത് ആരും പറഞ്ഞു തരത്തില്ല. ഞാൻ പറഞ്ഞിരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശ്വാസം മുഴുവൻ ശിവനാമം ജപിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വേറൊന്നും വേണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറയുന്ന പല കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ നേടുന്നതിൽ സന്തോഷിക്കുന്നത് നമുക്ക് സന്തോഷം. അതിന് ശിവന് നന്ദി, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല ഇത് ആരും പറഞ്ഞു തരത്തുകൂടി. ഇത് പറഞ്ഞു തരണേ അറിയാൻ വേണം. നമ്പർ 1, സങ്കല്പശക്തി വർദ്ധിക്കാൻ നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോ. ഏത് കാര്യം നടക്കും. കാരണം ഞാൻ ചെയ്ത് നടത്തിയിട്ടുണ്ടാവും. അതായത് നമ്മൾക്കിപ്പം ഒരു ദൂര യാത്ര പോവുക. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് എറണാകുളത്തിന് ട്രാൻസ്പോർട്ട് ബസ്സിൽ പോവുക. അപ്പം നമ്മൾ കഴിവതും ഈ ബസ്സിൻ്റെ സൈഡ് സീറ്റ് ഇരിക്കണം, കാറ്റ് കൊള്ളത്തക്ക രീതി. കാരണം ഈ പ്രകൃതിയുമായിട്ടൊരു ബന്ധമുണ്ട് ഈ മനസ്സിന്. അപ്പം നമുക്കൊരു സുഖകരമായ അനുഭവം ഉണ്ടാകും. എന്നിട്ട് നിങ്ങൾ ഈ യാത്രയിലുടനീളം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നടക്കേണ്ട കാര്യം അത് നടന്നതായിട്ട് സങ്കല്പിക്കുക. നടന്നതായിട്ട് നിങ്ങളത് സങ്കല്പിക്കുക. ഈ 1.5 മണിക്കൂർ യാത്ര ശരാശരി കാണും. അത്രയും നേരം അത് സങ്കല്പിച്ചാൽ സങ്കല്പശക്തി വർദ്ധിക്കും. ചിലപ്പോൾ ആ കാര്യം നടക്കാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എനിക്ക് അനുഭവമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഒരു ലോങ് യാത്രയിൽ
നിങ്ങൾ നല്ല കാറ്റൊക്കെ കൊള്ളുന്ന രീതിയിൽ നല്ല സ്വസ്ഥമായിട്ടൊരു ഒരു രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇടിച്ചു തിങ്ങിയ ഒരു യാത്രയിൽ ഒരു മനസ്സിന് കൂളാകണമെന്നില്ല, നല്ലൊരു സുഖകരമായ ഒരു യാത്രയിൽ നിങ്ങൾ ലോങ് യാത്ര ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നടക്കേണ്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങളത് യാത്ര എൻജോയ് ചെയ്യുകയാണെങ്കിൽ ആ കാര്യം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഞാനങ്ങനെ സങ്കല്പിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. സങ്കല്പശക്തി വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം ഒരു ദൂരയാത്ര നടത്തുക. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ മാസത്തിൽ ഒന്നെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ദൂരെയുള്ള ഏതെങ്കിലും ഒരു നല്ല ക്ഷേത്രത്തിൽ പോകണം. നല്ലൊരു യാത്രയായിരിക്കണം അത്. ആ യാത്രയിൽ നിങ്ങൾക്ക് നടക്കേണ്ട കാര്യം സങ്കല്പിക്കുക, നടന്നതായിട്ട്. ഉറപ്പായിട്ടും നടക്കും. ഒരു തവണയല്ല പലതവണ ആവർത്തിക്കുക. കാരണം നിങ്ങളുടെ സങ്കല്പശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്, നടക്കും. അപ്പം ഇതൊരു രഹസ്യം. രണ്ടാമത്തെ രഹസ്യം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്, നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, അത് പലർക്കും പലതായിരിക്കും. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് നിങ്ങൾ നടക്കാനുള്ള കാര്യം നടന്നതായിട്ട് സങ്കല്പിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് നടക്കാനുള്ള കാര്യം നടന്നതായിട്ട് സങ്കല്പിക്കുക. ഇത് പലതവണ ആവർത്തിക്കുക. ആ കാര്യം ക്രമേണ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സങ്കല്പശക്തി വർദ്ധിച്ചു വരും. മൂന്നാമത്തെ കാര്യം, ഉണർന്ന ഉടനെ 1 മണിക്കൂർ നിങ്ങൾ ഗോവിന്ദ ഗോവിന്ദ എന്ന് മനസ്സിൽ ജപിച്ച് നിങ്ങൾക്ക് ഭഗവാൻ സമ്പത്ത് നൽകിയതായി സങ്കല്പിച്ച്, ഇപ്പം നിങ്ങൾക്കൊരു വീടുണ്ടാകണമെന്ന്, വീടുണ്ടായതായി സങ്കല്പിച്ച് നിങ്ങൾ ആ 1 മണിക്കൂർ ആ ഒരു ചിന്ത മനസ്സിൽ നിലനിർത്തുക. ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾ കിടക്കപ്പായി ഇരുന്നുകൊണ്ട് മന്ത്രമൊക്കെ ജപിച്ച്, കിടക്കപ്പായി ഇരുന്നുകൊണ്ട് വടക്കോട് തിരിഞ്ഞിരുന്ന് മന്ത്രം ജപിച്ച്, ബാക്കി സമയം ഗോവിന്ദ ഗോവിന്ദ എന്ന് മനസ്സിൽ ജപിച്ചിട്ട് ഭഗവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ നിങ്ങൾക്ക് നൽകിയതായിട്ടും നിങ്ങളത് അനുഭവിക്കുന്നതായിട്ടും സങ്കല്പിച്ച് ആ ചിന്ത 1 മണിക്കൂർ മനസ്സിൽ നിലനിർത്തുക. ഇതും സങ്കല്പശക്തി വർദ്ധിക്കും. ഈ 3 രഹസ്യങ്ങളാണ്. നിങ്ങൾ ചെയ്ത് നോക്കൂ. ഞാൻ ചെയ്ത് എനിക്ക് പല കാര്യം നടന്നിട്ടുണ്ട്. പരീക്ഷിച്ച് നോക്കൂ. പരീക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്ത് നോക്കി ആത്മാർത്ഥമായിട്ട്. അത് ഇത് നിങ്ങൾ ആവർത്തിക്കണം. ചിലർക്ക് ചിലപ്പോൾ മനസ്സിന് ശക്തി കുറവാണ്. അതുകൊണ്ട് ഇത് പല തവണ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ മനസ്സിൻ്റെ ശക്തി വർദ്ധിക്കുന്നത്. ഉറപ്പായിട്ടും വർദ്ധിക്കും. ഏത് കാര്യവും നടക്കും എന്നുള്ളതാണ്. നിങ്ങൾ ശരിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്താൽ, വിശ്വസിച്ച് ചെയ്താൽ, ശരിയായ രീതിയിൽ ചെയ്താൽ അത് നടക്കാനുള്ള സങ്കല്പശക്തിയിലേക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിച്ചാൽ ആ കാര്യം നടന്നു കിട്ടുമെന്നുള്ളതാണ്. അത്ഭുതകരമായൊരു കാര്യമാണ്. ഇതാരും പറഞ്ഞു തരത്തില്ല. പറയുന്നത് കേൾക്കുമ്പോൾ തോന്നി എനിക്കറിയാമെന്ന്. പക്ഷേ ഈ സംഭവം പറയുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ ഇതൊക്കെ അറിയാവുന്ന, നമുക്ക് പലതും അറിയാവുന്ന, പക്ഷേ നമുക്കത് എന്തിനു ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അറിയത്തില്ല. അവിടെയാണ് പരാജയം. ഇതൊക്കെ സംഭവം സിമ്പിളാണ്, പക്ഷേ ഇത് മനസ്സിലാക്കി ചെയ്യുന്നതിലാണ് കാര്യം. ഏതൊരാളുടെയും കടം മാറുമായിക്കോട്ടെ, വീട് വെക്കുക ആയിക്കോട്ടെ, ഗൾഫിൽ ജോലി കിട്ടുമായിക്കോട്ടെ, എവരിതിങ്, വിവാഹം നടക്കുമായിക്കോട്ടെ, അല്ലെങ്കിൽ മക്കൾ നല്ല രീതിയിൽ വരാനായിക്കോട്ടെ, എല്ലാം അങ്ങനെ നല്ലതായിട്ട് നടക്കുന്നതായിട്ട് ചിന്തിക്കുക. ഉണർന്നു കഴിഞ്ഞ് 1 മണിക്കൂർ ഗോവിന്ദ ഗോവിന്ദ എന്ന് മനസ്സിൽ വിളിച്ച്, അത് നമുക്ക് ഒരിടത്ത് ഇരിക്കണമെന്നില്ല. നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് തന്നെ മനസ്സിൽ സങ്കല്പിക്കാം. പിന്നെ വണ്ടി ഒന്നും ഓടിച്ചുകൊണ്ട് അല്ല റോഡ് ക്രോസ് ചെയ്തുകൊണ്ടൊന്നും സങ്കല്പിക്കരുത്. വീട്ടിൽ ഇരുന്നുകൊണ്ട്, നിങ്ങൾ ഇരുന്നുകൊണ്ടോ ജോലി ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നതായിട്ട് അത് 1 മണിക്കൂർ ആ ചിന്ത നിലനിർത്തണം. അതിലാണ് എൻ്റെ രഹസ്യം ഇരിക്കുന്നത്. അപ്പോൾ വീട്ടിലായിരിക്കണം നിങ്ങൾ, വെളിയിലൊന്നും ആ സമയത്ത് പോകരുത്. യാത്ര ചെയ്തുകൊണ്ടൊന്നും ചെയ്യരുത്. കാരണം ആ സമയം നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടൊന്നും നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് ചെയ്യരുത്, അല്ല നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ചെയ്യരുത്. ഇത് വീട്ടിൽ ഇരുന്നുകൊണ്ട് 1 മണിക്കൂർ രാവിലെ ചെയ്യാനുള്ള കാര്യമാണ്. പിന്നെ യാത്രയുടെ കാര്യം ഞാൻ പറഞ്ഞത്, നിങ്ങൾ വണ്ടി ഓടിക്കുകയല്ല, നിങ്ങളൊരു വണ്ടിയെ പോവുക. അപ്പോഴേ ഒരു ലോങ് യാത്രയിൽ നിങ്ങൾ സങ്കല്പിക്കണം. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് സങ്കല്പിച്ചാൽ അത് പാടില്ല. നിങ്ങൾ ഇപ്പോൾ വേറൊരു വണ്ടിയെ നിങ്ങൾ പോകുന്നു, ഒരു ലോങ് യാത്ര പോകുന്നു, അതാ രണ്ടാമത്തെ കാര്യം പറഞ്ഞു. വേറൊരു വണ്ടിയെ പോകുമ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ട് വണ്ടിയിൽ ഒരിടത്ത് ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് നിങ്ങൾ സങ്കല്പിക്കണം. അല്ലാതെ നിങ്ങൾ വണ്ടി ഓടിക്കരുത്. അപ്പോൾ അങ്ങനെ സങ്കല്പിക്കരുത്. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് സങ്കല്പിക്കരുത് കേട്ടോ. അപ്പം കാരണം ഓരോന്നിനും ഓരോ കറക്റ്റ് പറയുന്ന ആ രീതി. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് സങ്കല്പിച്ചാൽ അപകടം ഉണ്ടാകാം. അതുമല്ല, ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് അത് ശരിയാകണമെന്നില്ല. കൂടുതലും പിന്നെ നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ അപകടം ഉണ്ടാകും. അത് പാടില്ല. നിങ്ങൾ വണ്ടി ഓടിക്കാതെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ടേ പോകുന്നു, നമ്മൾ വെറുതെ ഇരിക്കുമല്ലേ എന്ന് പറഞ്ഞ പോലെ, നിങ്ങളൊരു ദൂരയാത്ര വേറെ ഒരു ഡ്രൈവറെ വെക്കണം. നിങ്ങൾ വണ്ടിയുടെ ഒരു സൈഡിൽ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് ആ കാര്യം നടന്നതായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ ആ കാര്യം നടക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വണ്ടി ഓടിക്കാൻ പാടില്ല.
ആ വിദ്യ ചെയ്യുമ്പോൾ. മനസ്സിലായല്ലോ? ഇനി ഇത് കൂടുതൽ വിശദമായിട്ട് പറഞ്ഞുതരാൻ സാധിക്കത്തില്ല. നമ്മുടെ എല്ലാ ജീവിതത്തിലുള്ളൊരു പ്രശ്നമാണ് ഈ ദൃഷ്ടിദോഷം. അപ്പം ദൃഷ്ടിദോഷവും ശാപദോഷങ്ങളും. ഈ ദൃഷ്ടിദോഷം ഒന്നും ചെറിയൊരു കാര്യമല്ല. കാരണം ദൃഷ്ടിദോഷം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ താറുമാറാക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം വ്യക്തികളുടെയോ ശക്തമായിട്ട് മനസ്സിൻ്റെ ഒരു നെഗറ്റീവ് ചിന്താഗതി നമ്മുടെ മനസ്സിനെ ബാധിക്കും, നമ്മുടെ മനസ്സിന് ദുർബലമാണെന്നുണ്ടെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടി അത് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രധാനമായിട്ടും ബാധിക്കാറുണ്ട്, ജോലി ചെയ്യുന്നവർക്ക് ബാധിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ ചിലർ പുതിയൊരു വീട് വാങ്ങിയാൽ, പുതിയൊരു വീട് വെച്ചാൽ ഒക്കെ ചിലപ്പോൾ ദൃഷ്ടിദോഷങ്ങളെ ബാധിക്കാറുണ്ട്. അതിന് പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം മുരുകൻ ഒറ്റ നാരങ്ങ ഓം ശരവണ ഭവ എന്ന് ജപിച്ച് 6 വലത്ത് വെച്ച് ഒറ്റ നാരങ്ങ നടക്കി വെച്ചാൽ നല്ലതാണ്. ചൊവ്വാഴ്ച ദൃഷ്ടിദോഷം പെട്ടെന്ന് മാറും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ചെമ്പരത്തി മാല രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുക, ദൃഷ്ടിദോഷം മാറും. ഇനി ചെമ്പരത്തി മാലയില്ലേ, ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക, നല്ലതാണ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക, പെട്ടെന്ന് ദൃഷ്ടിദോഷം മാറുമെന്നുള്ളതാണ്. ഈ ദൃഷ്ടിദോഷം മാറാൻ മൂന്നാമത്തെ കാര്യം, ശനിയാഴ്ച വൈകിട്ട് അയ്യപ്പനൊരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക, പെട്ടെന്ന് ദൃഷ്ടിദോഷം മാറും. അത് വൈകിട്ട് വേണം. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത്. മൂന്നും ഒരാളോട് ചെയ്യാനല്ല, ഒരാൾ തന്നെ മൂന്നും ചെയ്യാനല്ല പറഞ്ഞു. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതാണ്. ദൃഷ്ടിദോഷം മാറിക്കിട്ടുമെന്നുള്ളതാണ്. ഇനിയും പറയാൻ പോകുന്ന കാര്യം, കറുത്തവാവിൻ്റെ അന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം അഷ്ടോത്തരാർച്ചന ചെയ്യുക. അതിനുശേഷം കുളത്തിൽ മലരുകൊണ്ട് മീനോട്ട് നടത്തുക. ഇതും ദൃഷ്ടിദോഷം മാറുക എന്ന് മാത്രമല്ല, ശാപദോഷം മാറിക്കിട്ടും. ശാപദോഷം മാറാൻ കറുത്തവാവിന് ദൃഷ്ടിദോഷവും മാറും, ശാപദോഷം മാറും, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷവും മാറും. ഇത് കറുത്തവാവ് തോറും ആവർത്തിക്കുന്ന നല്ലതാണ്. രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്, നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇനി ശാപദോഷം മാറാൻ തിങ്കളാഴ്ച രാവിലെ ശിവന്, തിങ്കളാഴ്ച രാവിലെയല്ല വൈകിട്ട് ചെയ്യുക, ഒരു നെയ്വിളക്ക് പിന്നെ കൂവളത്തിൽ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു നെയ്വിളക്ക് കൂവളത്തിൽ കൊണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി. വൈകിട്ടുള്ള നിവേദ്യം ഏതാണെന്ന് വെച്ചാൽ വെള്ള നിവേദ്യമോ കടുംപായസോ എന്തെങ്കിലും ഒരു നിവേദ്യം കൂടെ സമർപ്പിക്കുക. ഇത് മലയാള മാസം ആദ്യത്തെ തിങ്കളാഴ്ച അല്ലെങ്കിൽ കറുത്തവാവ് കഴിഞ്ഞ് ഒരു തിങ്കളാഴ്ച ചെയ്യുക. മാസത്തിൽ 1 പറ്റുന്ന പോലെ ചെയ്യുക. തിങ്കളാഴ്ച വൈകിട്ട് ചെയ്യുക. ആ ശാപദോഷങ്ങൾ പെട്ടെന്ന് മാറിക്കിട്ടും. ഇത് വളരെ ലളിതമായ കാര്യമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. വിശ്വാസത്തോടു കൂടി ചെയ്യണം. വിശ്വാസത്തിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു, സങ്കല്പത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ആദ്യം ഞാൻ പറഞ്ഞു. എനിക്കത് ഒരു കാര്യം നടക്കുമെന്നതിനേക്കാൾ നടക്കത്തില്ല എന്ന് കൂടുതൽ വിശ്വസിക്കുന്നെങ്കിൽ നടക്കത്തില്ല. നിങ്ങൾ നടക്കുമെന്നാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ദേവനിലാണ് കൂടുതൽ വിശ്വസിക്കുന്നെങ്കിൽ ആ കാര്യം നടക്കും. അപ്പോൾ നിങ്ങളുടെ ആ വിശ്വാസം കൂടെ ശരിയായിട്ട് ചെയ്യുമ്പോഴാണ് ഫലം കിട്ടുന്നത് കേട്ടോ. അല്ലാതെ വഴിപാട് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, വഴിപാടിലും കാര്യമുണ്ട്. നിങ്ങളുടെ വിശ്വാസം ഏതാണോ കൂടുതൽ, എൻ്റെ ആ കാര്യം നടന്ന് കിട്ടുമെന്ന് ആ ദേവൻ്റെ ശക്തിയിലാണ് നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നത്, അത് നടക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഞാൻ രക്ഷപ്പെടത്തില്ല എന്നാണ് നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുന്നെങ്കിൽ രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ വിശ്വാസങ്ങൾ എൻ്റെ അത് പ്രാധാന്യമുണ്ട്. ഈ പണ്ട് എന്നെ ഒരു പെൺകുട്ടിയുടെ അമ്മ എന്നെ കാണാൻ വന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവരുടെ മോൾക്ക് വലിയ പ്രായമൊന്നുമില്ല, ഒരു പയ്യനുമായിട്ട് സ്നേഹബന്ധത്തിലാണ്. പയ്യന് കല്യാണം കഴിച്ചതാണ്, അവന് കുട്ടികളൊക്കെ ഉള്ളതാണ്. മാത്രമല്ല അവന് ഈ മോശം രീതിയിൽ ഒക്കെ നടക്കുന്ന ഒരു പയ്യനാണ്, ലഹരിയൊക്കെ ഉപയോഗിച്ച് ഒരു വല്ലാത്ത രീതിയിൽ നടക്കുന്ന പയ്യനാണ്. അപ്പം ഈ കുട്ടിയോട് എത്ര പറഞ്ഞിട്ടും ഒരു കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ഉള്ളൊരു പയ്യനാണ്. പയ്യൻ എന്നല്ല, അവനങ്ങനെ മോശം രീതിയിൽ നടക്കുന്ന ഒരാളാണ്. എത്ര പറഞ്ഞിട്ട് ഈ പെൺകൊച്ച് പിന്മാറുന്നില്ല. അത് കൊച്ചു പെൺകുട്ടിയാണെന്ന് വെച്ചാൽ കല്യാണം ഒരു 10, 23, 22 വയസ്സ് കാണും. അത്രയേ ഉള്ളൊരു പഠിക്കുന്ന പെൺകുട്ടി. എന്തോ അതിൻ്റേതായ ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. 22, 23 വയസ്സ് കാണും. ഈ അമ്മ പറഞ്ഞ് കരയുകയാണ്. എന്നോട് ചോദിച്ചു, എന്തെങ്കിലും വഴിപാടുകൾ ഉണ്ടോ? അപ്പോൾ അവൾ എത്ര പറഞ്ഞിട്ട് മാറുന്നില്ല. ഞാൻ പറഞ്ഞു, സ്നേഹത്തോടു കൂടി പറയുക, പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർ പറഞ്ഞു, അതല്ല, എന്തെങ്കിലും വഴിപാടുകളുണ്ടോ എന്ന് പറഞ്ഞു തരണം. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഇനിയും പറഞ്ഞു തരാൻ പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അവർ എന്നോട് ചോദിച്ചു, ഇതൊക്കെ ചെയ്താൽ മാറ്റം വരുമോ? ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ ചെയ്യുന്ന പോലെ ഇരിക്കും. നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുവാണെങ്കിൽ നിങ്ങളിപ്പോൾ ഭദ്രകാളിക്ക് ഒരു വഴിപാട് പറഞ്ഞു, ആ ഭദ്രകാളിയോട് നിങ്ങൾ ഉറച്ച വിശ്വാസത്തിൽ ചെയ്യുവാണെങ്കിൽ അത് ശരിയാകും.
അല്ല, നിങ്ങളിത് ശരിയാകത്തില്ല എന്നുള്ള, അല്ല എങ്ങനെ ശരിയാകും എന്നുള്ള വിശ്വാസത്തിൽ ചെയ്യുന്നത്, ശരിയാകണമെന്നില്ല. പിന്നെ ചില പ്രത്യേക വഴിപാടുകൾ ഗുണം ചെയ്യും, അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങളുടെ വിശ്വാസം കൂടെ അനുസരിച്ചിരിക്കുക അത് ഫലം കിട്ടുന്നതും കിട്ടാത്തതും. ചിലപ്പം കൂടുതൽ ചെയ്യേണ്ടി വരും. 1-2 തവണ ചെയ്തുകൊണ്ട് ഫലം ആകണമെന്നില്ല. ചിലപ്പോൾ 1-2 തവണ ചെയ്താലും ഫലമാകും. അവരെന്തായാലും പോയി. പിന്നെ അവർ വീണ്ടും എന്നെ കാണാൻ വന്നു. അപ്പോൾ അവർ കുറേ നാൾ ചെയ്തു. ഞാൻ അവരൊരു കുറേ നാൾ ചെയ്തു കേട്ടോ. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഒരുപാട് നാൾ അവരത് ചെയ്തു. ലളിതമായ കാര്യം, അതാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അത് ചെയ്തു. ആ പെൺകുട്ടി സ്വയം ആ ഒരു റിലേഷനിൽ നിന്ന് പിന്മാറി. ആ പയ്യനും പിന്മാറി. അവന് വീടും കുടുംബമൊക്കെ വേറെ ഭാര്യയൊക്കെ ഉള്ളു. അവനും പിന്മാറി. അവൻ്റെ വഴിക്ക് നല്ല രീതിയിൽ പോയി. അവൻ്റെ ജീവിതത്തിലേക്ക് പോയി. എന്നുവെച്ചാൽ ഈ കുട്ടി ഒരു 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 വേറൊന്നുമില്ലായിരുന്നു, ഒരു സ്നേഹബന്ധം, പ്രേമം പോലെ ഉള്ളായിരുന്നു ഈ കുട്ടി. പക്ഷേ എന്നാലും വളരെ സ്ട്രോങ് ആയിരുന്നു. ഈ കുട്ടിയും പിന്മാറി. അവൾക്ക് നല്ലൊരു ബന്ധം വന്നു. അതാ എന്നെക്കാട്ടി രസം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. അവർ നന്നായിട്ട് ചെയ്തുകൊണ്ടാണ്, ഞാൻ പറഞ്ഞുകൊണ്ടൊന്നുമല്ല. അവർ ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ട് നല്ലൊരു ബന്ധമാണ്. നല്ലൊരു ബന്ധമെന്ന് പറഞ്ഞാൽ അതുപോലെ നല്ലൊരു ബന്ധം വന്നു. കല്യാണം നടന്നു. ഞാൻ കല്യാണത്തിന് പോയായിരുന്നു. ഞാനങ്ങനെ കല്യാണത്തിന് പോകാറില്ല, കാരണം സമയം കിട്ടാറുമില്ല. അതുകൊണ്ട് പക്ഷേ ഞാൻ ആ കല്യാണത്തിന് പോയി. സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ആ പെൺകുട്ടി ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ പോയി. അതിന് ജോലി കിട്ടി. വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു. ഇപ്പോഴും പല കാര്യങ്ങൾ എന്നോട് വിളിച്ച് ചോദിച്ച് ചെയ്യാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടോ ഒന്നുമല്ല. ആ വഴിപാടിൽ ശക്തിയുണ്ട്. ചില വഴിപാടുകൾ ചില കാര്യങ്ങൾക്ക് നല്ലതാണ്, അത് ശരി തന്നെ. പക്ഷെ അവർ അത് ആവർത്തിച്ചു കുറേ വിശ്വാസത്തോടു കൂടി. അല്ലാതെ ആവർത്തിച്ചിട്ട് ഒരു കാര്യമില്ല. അതാണ് അവരുടെ ജീവിതത്തിൽ മാറ്റം വന്നത്. അതായത് ജീവിതം ഒരു ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്ന് തിരിച്ചു പിടിച്ചു. അതാണ് ശരിക്കും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വഴിപാടുകൾ. പക്ഷെ അത് വിശ്വാസം കൂടെ അവിടെ വേണം. ഭദ്രകാളിയെ വിശ്വസിക്കണം. വെള്ളിയാഴ്ച ഭദ്രകാളിക്ക് രാവിലെ ഒന്നുകിൽ 3 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. കടുംബായുസം, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല, ഇത് 3ഉം കൂടി ചെയ്യാം. എന്ത് ചെയ്താലും അമ്മയെ വിശ്വസിക്കണം. അപ്പം മക്കൾക്ക് വേണ്ടിയൊക്കെ ചെയ്യാം. ഇവരെല്ലാം നല്ല രീതിയിൽ വരും. ഇന്ന് ഒരു വെള്ളിയാഴ്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. സാധിക്കുന്ന പോലെ ആവർത്തിക്കണം. അമ്മയെ വിശ്വസിക്കണം. വഴിപാട് വെക്കുമ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഉറച്ച വിശ്വാസത്തോടെ വെക്കുക. വെച്ച് കഴിഞ്ഞാൽ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ ഒരു ഫലവുമില്ല. നമ്മൾ അത് സംശയമുള്ളതുകൊണ്ടാണ് പിന്നെ ഉടനെ ചിന്തിക്കുന്നത്. അമ്മയെ വിശ്വസിച്ച് ഒന്നുകിൽ അമ്മയെ വിശ്വസിക്കുക. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അമ്മയെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ടെൻഷൻ അടിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്താൽ അവരെ ചെയ്തത്. അതുകൊണ്ടാണ് ഫലം കിട്ടിയത്. അപ്പം ഇത് ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും കൂടെ ചെയ്യാം. അങ്ങനെ ചെയ്താലും ഫലമായിട്ടുണ്ട്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ, ചെമ്പരത്തിമാല ഇല്ല എന്നുണ്ടെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും വെള്ള പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും ശ്രീകോവിനുള്ളിൽ ചെയ്യുക. രക്തപുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക. ഈ 2 രീതിയിൽ ചെയ്യുക. ഒന്ന് കടുംബായുസം, ഭാഗ്യസൂക്ത, പുഷ്പാഞ്ജലി, ചെമ്പരത്തിമാല. ഇത് വെള്ളിയാഴ്ചകളിൽ രാവിലെ ചെയ്യുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. അമ്മയെ വിശ്വസിക്കുക. അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലിയും ചെമ്പരത്തിമാലയും വെക്കുക. ഇത് ഒരുപാട് ഫലമായിട്ട് കണ്ടിട്ടുണ്ട്. അവർ ചെയ്തത് രക്തപുഷ്പാഞ്ജലിയും കടുംബായുസവും ചെമ്പരത്തിമാലയും കൂടെ ആയിരുന്നു. അങ്ങനെയും ചെയ്യാം. ഇത് അമ്മയെ വിശ്വസിക്കണം. അപ്പോൾ അത് ഏത് മോശ അവസ്ഥയും നമ്മൾ തിരിച്ചുകൊണ്ട് അവർക്ക് അത് നിങ്ങളുടെ വിശ്വാസം പോലെ ഇരിക്കും. നിങ്ങൾ അമ്മയെ വഴിപാട് ചെയ്തിട്ട് പിന്നെ ഇതെങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചാൽ അതങ്ങനെ തന്നെ ആയിപ്പോരും. അമ്മയെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം. ഭദ്രകാളി അമ്മയ്ക്ക് എന്തിനുള്ള ശക്തിയുണ്ടെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കൃഷ്ണന് പുരുഷ സൂക്താർച്ചന, ഭാഗ്യ സൂക്താർച്ചന, പിന്നെ ത്രിമധുരം. ഇത് വ്യാഴാഴ്ച സമർപ്പിക്കുക. മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഇതിനൂടെ പാൽപ്പായസം കൂടെ കൊടുക്കുക. അതും അവർ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. ഈ കാര്യങ്ങൾ കൃഷ്ണനും ഭദ്രകാളിക്കും ചെയ്യുക. സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ജീവിതത്തിൽ എത്ര മോശാവസ്ഥയെന്നും നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. വിശ്വാസം വേണം. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. ചിലർക്ക് ചിലപ്പം കൂടുതൽ ആവർത്തിക്കേണ്ടി വരും. അവരൊക്കെ ഒരുപാട് നാൾ ആവർത്തിച്ചു. പക്ഷെ ജീവിതത്തിൽ അൾട്ടിമേറ്റായിട്ട് മാറി. പിന്നെ ഒരു കദളിക്കുല, നന്നായിട്ട് പഴുത്ത ഒരു കദളിക്കുല വ്യാഴാഴ്ച ദിവസം നമ്മൾ ഉപയോഗിക്കുന്നതിലും നല്ലതായിരിക്കണം. ആരും ഇരിഞ്ഞൊന്നും ആയിരിക്കരുത്. കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ നടക്കി വെച്ച് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് 3 മാസത്തിൽ 4 മാസത്തിൽ ഒരിക്കൽ ആവർത്തിക്കുക. അങ്ങനെ അവർക്ക് നല്ലൊരു ബന്ധം വന്നു. ഇതിപ്പോ ഒന്നുമില്ല. അങ്ങനെ ഞാനിത് ആദ്യമായിട്ട് പറയുന്ന കാര്യമല്ല. പറഞ്ഞു ചെയ്ത് എത്രയോ ആളുകളുടെ ജീവിതത്തിൽ
എത്രയോ ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. ഏത് കുട്ടിയും നന്നായിട്ട് വരും. കുട്ടി നല്ല പ്രായമുള്ളവരാരാണെങ്കിലും മോശമായ ഒരു കാര്യത്തിലേക്കും പോകത്തില്ല. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. ചെമ്പരത്തിമാലയ്ക്ക് ഭയങ്കര എഫക്റ്റാണ് കേട്ടോ. അത് ഒരുപാട് അനുഭവമാണ് ചെമ്പരത്തിമാലയ്ക്ക്. ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോകണം. അവിടെ മാസത്തിൽ ഒരു ദിവസം എണ്ണ, മാല, അർച്ചന, ഇഷ്ട നിവേദ്യം, ഒരു ഓട്ടുവിളക്ക് മേടിച്ച് 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ചു വെക്കണം. വലിയ മാറ്റം ഉണ്ടാകും. പിന്നെ നിങ്ങളുടെ കുടുംബദേവതയ്ക്ക് ചുമന്ന പട്ടും ഒരു 20-30 രൂപയുടെ എള്ളെണ്ണയും കൂടെ കൂട്ടിപ്പിടിച്ച് 3 വലത് വെച്ച്, അത് വേറെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച അമ്മയ്ക്ക് നിങ്ങളുടെ കാര്യം പറഞ്ഞ് നടക്കി വെക്കുക. വെച്ച് കഴിഞ്ഞ ഉടനെ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത്. ഇതും ഒരു 4 മാസത്തിൽ 3 മാസത്തിൽ ഒരിക്കലും ഒരു വെള്ളിയാഴ്ച വീതം ആവർത്തിക്കാം കുടുംബദേവതയ്ക്ക്. അച്ചട്ട ഫലം. എത്രയോ ജീവിതങ്ങൾ മാറിയിരിക്കുന്നു, എത്രയോ അനുഭവങ്ങൾ. നമ്മുടെ വിശ്വാസവും കൂടെ അവിടെ, ആ ഒരു വിശ്വാസവും കൂടെ വേണം. അമ്മയുടെ ശക്തിയിൽ വിശ്വസിക്കണം. അല്ലാതെ നിങ്ങളുടെ ശക്തി വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. അമ്മയുടെ ശക്തി വിശ്വസിക്കണം. വിശ്വസിച്ച് ചെയ്താൽ അങ്ങനെ ചെയ്തവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാനതാ പറഞ്ഞു, ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടുന്ന ഒരു വീഡിയോ ആണ്. എല്ലാ വീഡിയോ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞ 3 രഹസ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും വളരെ വലിയ രഹസ്യങ്ങളാണ്. ഏത് കാര്യവും നേടിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. ഈ പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ സങ്കല്പിക്കണമെന്ന് പറഞ്ഞാൽ, ഈ പാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനെ റൈറ്റ് ബ്രെയിനെ ഒരുപോലെ സ്വാധീനിക്കുന്നതാണ്. മാത്രമല്ല നമ്മൾ ആ പാട്ടിനൊപ്പം നമ്മുടെ മനസ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ചിന്തയും നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നടന്നു കിട്ടുമെന്നുള്ളതാണ്. അതാണ് ഈ സംഗീതത്തിനുള്ള ഒരു കഴിവ്. അതല്ലേ ഈ സംഗീതം എന്ന് പറഞ്ഞാൽ ഏതൊരാളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നതാണ് നല്ല സംഗീതം. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള സംഗീതം കേൾക്കുക. അതോടൊപ്പം നിങ്ങളുടെ നടക്കാനുള്ള കാര്യം നടന്നതായിട്ട് സങ്കല്പിക്കുക. അത് പലതവണ ആവർത്തിക്കുക. അതുപോലെ യാത്രാവേളകളിൽ, ലോങ് ആയിട്ടുള്ള യാത്രയിൽ നിങ്ങൾ വണ്ടി ഓടിക്കരുത്. നിങ്ങൾ വണ്ടി ഇരുന്നാൽ മതി. ഒരു കാറ്റ് കിട്ടുന്ന രീതിയിൽ ഇരുന്ന്, ഒരു വളരെ കൂളിങ്, വളരെ നല്ലൊരു രീതിയിലിരുന്ന്, കാറ്റൊക്കെ നമുക്ക് കിട്ടത്തക്ക രീതിയിലിരുന്ന് നിങ്ങൾ നടക്കാനുള്ള കാര്യം നടന്നതായിട്ട് ഒരു യാത്ര 1.5 മണിക്കൂറുള്ളൊരു യാത്രയായിരിക്കണം. അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ, അല്ലെങ്കിൽ 1.5 മണിക്കൂറുള്ളൊരു ലോങ് യാത്ര ആയിരിക്കണം. സങ്കല്പിക്കുക നിങ്ങളുടെ കാര്യം നടന്നതായിട്ട്. അങ്ങനെ നടന്ന അനുഭവങ്ങളുണ്ട്. അത് ആവർത്തിക്കുക സാധിക്കുന്ന പോലെ. മാസത്തിൽ ദൂരെയുള്ള ക്ഷേത്രത്തിൽ ഒരു യാത്ര ചെയ്താലുള്ള ഗുണം ഇതാണ്. അതുകൊണ്ട് ഞാൻ പലർക്കും ഞാനത് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. 3ാമത്തെ കാര്യം, ഉണർന്ന ഉടനെ 1 മണിക്കൂർ നിങ്ങൾ ഞാനീ പറഞ്ഞ രീതിയിൽ സങ്കല്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാനുള്ള നല്ല കാര്യം നടന്നതായിട്ട്. ആ ചിന്ത 1 മണിക്കൂർ മനസ്സിൽ നിലനിർത്തണം. അത് വീട്ടിൽ ഇരുന്നുകൊണ്ട് വേണം ചെയ്യാൻ. ആ സമയത്ത് വെളിയിൽ പോകരുത്. വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യണം. അപ്പോൾ ഇതെല്ലാവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവശിവ.